ഹെഡിങ്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് Next.js, React.js Next.js നമ്മൾ എന്താണ് ഡിഫറൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Next.js എന്നത് നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. nextjs.org ആണ് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുക Next.js എന്ന് പറയുന്ന nextjs.org എന്ന് പറയുന്ന സൈറ്റ് ആയിരിക്കും ആദ്യം തന്നെ വരിക. ഈ Next.js എന്ന് പറയുന്നത് നമുക്കറിയാം React.js എന്നുള്ളത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തതും അത് സ്റ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫേസ്ബുക്കാണ്, അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനിയാണ്. ഈ Next.js എന്ന് പറയുന്നത് Vercel എന്ന് പറയുന്ന Vercel എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് Next.js എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. Next.js എന്ന് പറയുന്നത് ഒരു റിയാക്ട് ഫ്രെയിം വർക്കാണ്. റിയാക്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. അതിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് Next.js എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ബിൽഡ് ചെയ്ത് അടുത്തത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ബേസായിട്ട് നിൽക്കുന്നത് ഏതാണോ അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മേലെ ഉള്ള ആ ഒരു ഫ്രെയിം വർക്ക് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ Next.js എന്ന് പറയുന്നത് റിയാക്ടിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് തന്നെ React.jsൻ്റെ സെയിം സിൻടാക്സ് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ React.js കഴിഞ്ഞതിന് ശേഷം Next.js കിടക്കുന്നത്. അപ്പം ഈ Next.js എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് ഒരുപാട് വലിയ മേജർ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് അവർ അപ്ലിക്കേഷൻസും വെബ്സൈറ്റും അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് എല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് Next.js ആണ്. അതിൻ്റെതായ ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, ഈവൻ നിങ്ങളിപ്പം React.jsൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം മുമ്പ് ഒരു കുറച്ച് മാസങ്ങൾ മുമ്പ് ഒഫീഷ്യലി അവർ മാറ്റം വരുത്തിയതാണ്. ഇപ്പം നിങ്ങൾ ഇതിലെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ഇനീഷ്യലി ഇവിടെ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഈവൻ React.jsൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലടക്കം അവർ പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് Next.js യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെയുള്ള വേറെ റീമിക്സ് എന്ന് പറയുന്നതും ഗാറ്റ്സ്ബി എന്ന് പറയുന്നതെല്ലാം പോലത്തെ ഫ്രെയിം വർക്കുകളുണ്ട്. അത് ഏതെങ്കിലും വെച്ച് ഡെവലപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇപ്പം റിയാക്ട് എന്ന് പറയുന്നത് ഒരു ബേസ് ഫ്രെയിം വർക്കായി അതിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകളുണ്ട്. ഇതൊക്കെ അതിൽ വന്നിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതുവാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫ്രെയിം വർക്ക്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് Next.js. ഓക്കെ, nextjs.org ആണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. Next.jsഉം React.jsഉം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇനി കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നോർമലി ഒരു React.js ആപ്ലിക്കേഷൻ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിലെ റൗട്ടിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. റൗട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന URL വരുമ്പോൾ ഇന്ന കമ്പോണൻറ്റിക്ക് പോകണം, ഈ രീതിയിൽ നമ്മൾ റൗട്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ഇവിടെ Next.jsൽ അങ്ങനെയല്ല. Next.js അതിനേക്കാളും ഒരുപാട് സിമ്പിളായിട്ടാണ് Next.jsലെ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളത്. അതേപോലെ അത് പക്ഷേ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ല. യൂസറെ സംബന്ധിച്ച് പിന്നെ ഏത് രീതിയിൽ റൗട്ടിങ് ആണെങ്കിലും റൗട്ടിങ് വർക്ക് ആയാൽ മതി അല്ല, എൻ്റെ യൂസറെ സംബന്ധിച്ച്, ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചല്ല. പക്ഷേ Next.jsൻ്റെ കേസിൽ ഒരുപാട് ഡിഫറൻസസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ഡിഫറൻസസ് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഒന്ന് ബിൽറ്റ് ഇൻ ഒപ്റ്റിമൈസേഷൻ. അതിൽ ഒപ്റ്റിമൈസേഷൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ React.js ആപ്ലിക്കേഷൻ വലിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്യൂർ റിയാക്ട് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ്, ഫയൽ സൈസ്, ബണ്ടിൽ സൈസ് എല്ലാം വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാം React.jsനെ ഫൈനലി ബ്രൗസറിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്യൂർ ജാവാസ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ കൺവേർട്ട് ചെയ്ത ഫയലിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. മിക്കവാറും ഒറ്റ സിംഗിൾ ഫയലായിട്ടായിരിക്കും പോകുന്നുണ്ടാവും. Next.jsലാണെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഫയൽസ് ആക്കിയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്യും. ഈ മൾട്ടിപ്പിൾ ഫയൽസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്? അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നെറ്റ്വർക്കിൻ്റെ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ ചെറിയ ഫയൽസിൻ്റെ റിക്വസ്റ്റ് ആയിട്ടാണ് ഇവിടുന്ന് സെർവർക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫയൽസിൻ്റെ എല്ലാം സൈസ് കുറയുന്നതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് സെർവറിന്ന് വരും. അപ്പോൾ ഇതിൽ ഒരു 10 MB സൈസ് ഉള്ളതാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ചെറിയ സൈസിലുള്ള മൾട്ടിപ്പിൾ ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് സെർവറിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബണ്ടിൽ സൈസ് കുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെറിയ ബണ്ടിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ലോഡ് ചെയ്യാനെടുക്കുന്ന ടൈം, ഇനീഷ്യൽ ലോഡിങ്ങിന് എടുക്കുന്ന ടൈം നല്ല എനിക്ക് കുറക്കാൻ പറ്റും. പെട്ടെന്ന് ആളുകൾക്ക് സൈറ്റിൻ്റെ കണ്ടന്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഡാറ്റ ഫെച്ചിങ്ങും ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് റെൻഡിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ഈ ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് റെൻഡിങ് എന്ന് പറയുന്നത്.
ബാക്കിയുള്ളത് പലതും നമുക്ക് റിയാക്റ്റിൽ പല ലൈബ്രറിയും ഉപയോഗിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈവൻ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നെക്സ്റ്റ്.js അതിൽ ഇവർ ചെയ്തിട്ടുള്ളത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട്.js എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ലൈബ്രറി വളരെ പോപ്പുലർ ആയിട്ട് വന്നു. ഒരുപാട് കമ്പനീസ് അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ അതിലുള്ള ഡ്രോബാക്സ് സോൾവ് ചെയ്തുകൊണ്ടാണ് ഈ നെക്സ്റ്റ്.js മാർക്കറ്റിലെത്തിയത്. അതുകൊണ്ട് തന്നെ റിയാക്ട്.jsന്റെ സെയിം സിൻടാക്സ് തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് മാർക്കറ്റിൽ എത്തിയപ്പോൾ, ഫ്രീ ആണോ ഓപ്പൺ സോഴ്സ് ആയിട്ട് എത്തിയപ്പം ആളുകൾ അങ്ങ് ഏറ്റെടുത്തു, കമ്പനീസ് അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇത് പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തിയറി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എനിക്ക് അത്ര മനസ്സിലാവണമല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് റെൻഡറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഈ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡ് റെൻഡറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു നോർമൽ റിയാക്ട്.js ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെ ചെയ്യാം? നമുക്കൊരു റിയാക്ട്.js ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു URL വന്ന് ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റിക്ക് നിങ്ങൾ പെർട്ടിക്കുലർ കമ്പോണൻറ്റ് കാണിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ബ്രൗസറിൽ പോയിട്ട്, ഇപ്പം ഞാൻ abc.com എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിയാക്ട് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് നേരെ നമ്മുടെ വെബ് സെർവറിൽ പോകും. ഈ വെബ് സെർവർ ഒരു പക്ഷേ ക്ലൗഡിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ US-ലോ മുംബൈയിലോ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും സെർവർ ഉണ്ടാവും. അപ്പം നമ്മുടെ ബ്രൗസറിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് നേരെ വെബ് സെർവറിൽ പോയി. വെബ് സെർവറിൽ നിന്ന് നേരെ നമുക്ക് റെസ്പോൺസ് വരും. HTML-ഉം CSS-ഉം JavaScript ഇമേജസ് എല്ലാം നമുക്ക് റെസ്പോൺസ് ആയിട്ട് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഇൻസ്പെക്ട് എടുത്തിട്ട് കണ്ട പോലെ തന്നെ നമുക്ക് റെസ്പോൺസ് എല്ലാം കാണാൻ പറ്റും. ഈ റെസ്പോൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റിയാക്റ്റിലെ യൂസ് ഇഫക്റ്റ് ഹുക്ക് നിങ്ങൾക്കറിയാം. യൂസ് ഇഫക്റ്റ് ഹുക്കിൽ നമുക്ക് എന്താ ചെയ്യാം? ഇപ്പോൾ API കോളെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ഹുക്ക് വെച്ചുകൊണ്ട് API കോൾ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെസ്പോൺസ് സെർവറിൽ നിന്ന് ബ്രൗസറിൽ എത്തിയതിൻ്റെ ശേഷമാണ് യൂസ് ഇഫക്റ്റ് ട്രിഗർ ആവുക. യൂസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ട്രിഗർ ആവല് എപ്പോഴും ബ്രൗസറിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ട്രിഗർ ആവുള്ളൂ. അപ്പോൾ ഈ ബ്രൗസറിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ഇഫക്റ്റ് ട്രിഗർ ആയി അതിനുള്ള നമ്മളൊരു API കോൾ ചെയ്യുന്നുണ്ട്. ആ API കോൾ നേരെ API URL പോകും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഫേക്ക് സ്റ്റോർ API അല്ലെങ്കിൽ commerce.js.com ഇതിലെല്ലാം ഈ API കോൾ അതിൻ്റേതായ സെർവറിൽ പോയി. ചില സമയത്ത് നമ്മൾ ഒരു സെർവറിലായിരിക്കും, മിക്കവാറും സമയത്ത് രണ്ട് സെർവറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സെർവർക്ക് നേരെ റിക്വസ്റ്റ് പോയി ആ API എന്ത് ചെയ്യും? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ, പ്രോഡക്റ്റ് ഡാറ്റ ആവാം, കാറ്റഗറി ഡാറ്റ ആവാം, കസ്റ്റമർ ഡാറ്റ ആവാം, യൂസർ ഡാറ്റ ആവാം, എന്താണോ നമ്മൾ APIയിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ഡാറ്റാബേസിൽ പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് നമുക്ക് റെസ്പോൺസ് JSON ആക്കിയിട്ട് തരും. ഈ JSON നമുക്ക് യൂസ് ഇഫക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റിൽ വെക്കുന്നു. സെറ്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്ന് അറേ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ യൂസർക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഡൈനാമിക് ആയിട്ട് വരുന്ന ഡാറ്റ, ഈ പ്രോഡക്റ്റിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഈ ഡൈനാമിക് ആയിട്ട് വരുന്ന ഡാറ്റൻ്റെ റെൻഡറിങ് ശരിക്കും നടക്കുന്നത് ഇവിടെ ബ്രൗസറിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് വരേണ്ട HTML നമ്മൾ സൈറ്റിൻ്റെ ലോഗോയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ചേഞ്ച് ആവാൻ സാധ്യതയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ HTML ആക്കിയിട്ട് തരുന്നുണ്ടാവും. പക്ഷേ ആക്ച്വൽ ഡാറ്റ, ഡൈനാമിക് ആയിട്ട് വരേണ്ട ആ ഡാറ്റ ശരിക്കും ഉള്ളത് ഇവിടെയാണുള്ളത്, നമ്മുടെ APIയിലാണുള്ളത്. ആ ഡാറ്റ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഇവിടുന്ന് ബ്രൗസറിൽ ഫസ്റ്റ് റിക്വസ്റ്റ് കിട്ടി, നമ്മൾ യൂസ് ഇഫക്റ്റിൽ വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, യൂസ് ഇഫക്റ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ മിക്കവാറും എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്നതല്ലോ. നമുക്ക് ഈ യൂസ് ഇഫക്റ്റിൻ്റെ ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമുക്ക് ഫെച്ച് ഫംഗ്ഷൻ നമുക്കിവിടെ വിളിക്കാൻ പറ്റും. ഫെച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് HTTPS fake_API.com എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഡാറ്റ എടുത്ത് നമ്മൾ സ്റ്റേറ്റിൽ സെറ്റ് ചെയ്ത് അങ്ങനെ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഫെച്ച് എന്നുള്ളത് ട്രിഗർ ചെയ്യുന്നത് എപ്പോഴാണ്? ഇവിടുന്ന് ഇനീഷ്യൽ റിക്വസ്റ്റിൻ്റെ റെസ്പോൺസസ് ബ്രൗസറിൽ എത്തിയതിൻ്റെ ശേഷമാണ് ഈ കോഡ് ട്രിഗർ ആകുന്നത്. ഈ ഫെച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്രിഗർ ആകുന്ന സമയത്താണ് API കോൾ പോകുന്നത്. എന്നിട്ട് API റെസ്പോൺസ് വന്ന് നമുക്ക് അസിങ്കോ അവൈറ്റൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോമിസ് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് റെസ്പോൺസ് ഇവിടെ നമുക്ക് കിട്ടി. ആ റെസ്പോൺസിനെ നമ്മളൊരു സെറ്റ് സ്റ്റേറ്റിൽ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ശരിക്കും ആക്ച്വൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ റെൻഡറിങ് നടക്കുന്നത് ഈ ക്ലയൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ബ്രൗസറിൻ്റെ കേസിലും ഓക്കെ, യൂസറെ സംബന്ധിച്ച്, എൻ്റെ യൂസറെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല. ഇത് ഇവിടെ വെച്ചിട്ട് റെൻഡർ ചെയ്താലും വേറെ എവിടെയെങ്കിലും വെച്ച് റെൻഡർ ചെയ്താലും ആക്ച്വൽ കണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എവിടെ വെച്ചിട്ട് നടക്കുന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ e-commerce ആപ്ലിക്കേഷനാണ്, നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകൾക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തേണ്ട ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസിൽ ഇത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്.
സെർച്ചിങ് നടക്കുന്നത് ഗൂഗിളിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഗൂഗിൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. അതിൻ്റെ കാരണം എൻ്റെ ബ്രൗസറിൽ ഞാൻ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിൾ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ നേരെ ഗൂഗിൾക്ക് സബ്മിറ്റ് ആവും. അതുകൊണ്ടാണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഷർട്ട് ഫോർ മെൻ എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഒരുപാട് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ്റെ ഫ്ലിപ്കാർട്ട് വരുന്നുണ്ട്, ആമസോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഡാറ്റ വരുന്നത് ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഡാറ്റ വരുന്നുണ്ട്. ഈ ഡാറ്റ വരുന്നത് എവിടെ നിന്നാണ്? ഈ ഡാറ്റ വരുന്നത് ഗൂഗിളിൻ്റെ സെർവറിൽ നിന്നാണ്. ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ പോയി ടൈപ്പ് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ചെയ്യുന്നത് നേരെ റിക്വസ്റ്റ് അവരെ സെർവർക്ക് റിക്വസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഞാൻ കൊടുത്ത ഈ കീവേഡ് വെച്ച് കണ്ട് അവർ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യും. ഇത് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനും വെബ്സൈറ്റിൻ്റെ URL-ഉം ആ സൈറ്റിലുള്ള കണ്ടൻറ്റും അടക്കം എനിക്ക് ലിങ്കായിട്ട് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഈ കാണിച്ചു തരുന്ന ഇത്രയും പാർട്ടിൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെർവറിന് യാതൊരു റോളും ഇല്ല. ഗൂഗിൾ നേരത്തെ അവരെ സെർവറിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിലാണ് സെർച്ച് നടക്കുന്നത്. അല്ലാതെ റിയൽ ടൈം ആയിട്ട് ഫ്ലിപ്കാർട്ടിക്ക് റിക്വസ്റ്റ് പോകണം എന്നിട്ട് അവർ റെസ്പോൺസ് അയക്കുന്നു അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതെല്ലാം നേരത്തെ നടക്കുന്നതാണ്. നേരത്തെ ഗൂഗിളിൻ്റെ സെർവറിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. നടക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഗൂഗിളിൻ്റെ സെർവറുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കൊരു ബ്രൗസർ ഇപ്പോൾ നമ്മുടെ ബ്രൗസറിൽ നിന്ന് ഗൂഗിളിൻ്റെ സൈറ്റിൽ ഞാൻ google.co.in അല്ലെങ്കിൽ .com ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ് സെർച്ച് ചെയ്യാണ്, ബ്രൗസറിൽ വെച്ചിട്ട് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും നടക്കുന്ന എന്താണ്, നേരെ റിക്വസ്റ്റ് ഈ നമ്മുടെ ബ്രൗസറിൽ നിന്ന് നേരെ ഗൂഗിളിൻ്റെ സെർവർക്ക് റിക്വസ്റ്റ് പോകും. അവിടെ നിന്ന് നേരെ റെസ്പോൺസ് വരും. ഈ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രൗസറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ തന്നെ സെർവറാണ്. ഓക്കെ, ഇത് ഗൂഗിളിൻ്റെ സെർവറാണ്. ഗൂഗിളിൻ്റെ സെർവറിന് ഗൂഗിൾ ചെയ്യുന്നത് ഈ ഗൂഗിളിൻ്റെ തന്നെ ഡാറ്റാബേസ് ഉണ്ടാവും. ഈ സെർവറിന് നേരെ അവർ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഷർട്ട് ഫോർ മെൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഗൂഗിളിൻ്റെ സെർവർക്ക് സബ്മിറ്റ് ചെയ്തു. ഗൂഗിളിൻ്റെ സെർവർ നേരെ അവരുടെ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് അവർക്ക് ഇങ്ങോട്ട് കിട്ടി. അത് നേരെ ബ്രൗസർക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഡാറ്റാബേസിൽ ഇവർ എത്രയോ മുമ്പ് ഒരുപക്ഷെ അവർ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ ഈ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പം എൻ്റെ സൈറ്റ് ഇവിടെ ടോപ്പിൽ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ സൈറ്റ് മേലെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഈ സെർച്ചിൻ്റെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ധാരണ വേണം. എന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഡാറ്റാബേസിൽ നിന്നാണ് ഈ ഡാറ്റ നമുക്ക് എടുത്തിട്ട് ബ്രൗസറിൽ കാണിച്ചു തരുന്നത്. അല്ലാതെ റിയൽ ടൈം ആയിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ എല്ലാം സൈറ്റിൽ പോയിട്ടല്ല അത് നടക്കുന്നത്. നേരത്തെ ഇവർ സൈറ്റിൽ എടുത്ത് വെച്ച് ഡാറ്റയിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഇവരുടെ ഡാറ്റാബേസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ URL എന്നുള്ളത് എനിക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ സെർവറിന് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പം ഗൂഗിളിൻ്റെ സെർവറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ സെർവർ എന്നാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർവർ പീരിയോഡിക്കലി ഇപ്പോൾ ഡെയിലി ആവാം, വീക്കിലി ആവാം, അല്ലെങ്കിൽ വീക്കിലി മൾട്ടിപ്പിൾ ടൈംസ് ആവാം. അപ്പോൾ അവരുടെ സെർവറിന് ഒരു സ്കെഡ്യൂൾഡ് ജോബ് പോലെ സ്കെഡ്യൂളർ റൺ ചെയ്യുന്ന പോലെ മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, ഓരോ റിക്വസ്റ്റ് ഇപ്പോൾ അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ abc.com, അതേപോലെ കീബോർഡ്, അപ്കോഡിൻ്റെത്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതുപോലത്തെ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും. അവർ ഡാറ്റാബേസിലുണ്ടാവും സെർവേഴ്സിൻ്റെ ലിസ്റ്റ്. അപ്പോൾ അവരുടെ സെർവർക്ക് ഓരോരോ പേജിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട പേജിൻ്റെ പാറ്റേൺ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ പാറ്റേണിലുള്ള ഓരോരോ പേജിലേക്ക് അവർ റിക്വസ്റ്റ് ചെയ്യും. അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിളായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ സെർവർക്കാണ് ഫ്ലിപ്കാർട്ടിൻ്റെ സെർവർക്കാണ് റിക്വസ്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സെർവർക്ക് ഇവർ റിക്വസ്റ്റ് നേരെ അയക്കും. ഓക്കെ,
എന്നിട്ട് ഇവിടുന്ന് വരുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, ഈ റെസ്പോൺസിനെ ഇവർ നേരെ ഗൂഗിളിൻ്റെ സെർവറിലുള്ള ഒരു ഡാറ്റാബേസിലേക്ക് അവർ സ്റ്റോർ ചെയ്യും. ഗൂഗിളിൻ്റെ ആക്ച്വൽ ഡാറ്റാബേസ് ഉണ്ടാവല്ലോ, ഈ ഡാറ്റാബേസിലേക്ക് ഗൂഗിളിൻ്റെ സെർവർ നേരെ ഈ ഡാറ്റാബേസിലേക്ക് കൊണ്ടിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഈ ഡാറ്റാബേസിൽ നിന്നാണ് ആക്ച്വലി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഈ ഗൂഗിളിൻ്റെ സെർവർ ഇവിടുന്ന് റിക്വസ്റ്റ് നേരെ അങ്ങോട്ട് അയച്ച് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഈ ഡാറ്റ എടുത്തിട്ട് ഇവരെ സെർവറിൽ കൊണ്ടിട്ട് ഡംപ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ സെർവറിൽ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഡാറ്റാബേസിന് എടുത്തിട്ടാണ് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്നത്, നമ്മുടെ ബ്രൗസറിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഗൂഗിളിൻ്റെ സെർവർ ഒറ്റ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിക്ക് റിക്വസ്റ്റ് കൊടുക്കുള്ളൂ. ഇവിടെ നമ്മൾ ഈ നടക്കുന്ന പോലെ ആദ്യം റിക്വസ്റ്റ് വന്ന് പിന്നെ റെസ്പോൺസ് നിന്ന് യൂസ് ഇഫക്റ്റിൻ്റെ കോഡ് ട്രിഗറായി APIനെ വിളിച്ച് APIന്ന് റെസ്പോൺസ് വന്ന് ആക്ച്വൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതുപോലത്തെ ഇത്ര മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഒന്നും ഗൂഗിൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഗൂഗിൾ ആകെ നോക്കാം, ഒറ്റ പ്രാവശ്യം റിക്വസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കും, റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ റെസ്പോൺസ് വന്നത് ആ റെസ്പോൺസിൻ്റെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ റിയാക്റ്റിൽ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്, ഫസ്റ്റ് റിക്വസ്റ്റ് പോയി റെസ്പോൺസ് വന്നപ്പോൾ അതിൽ ആക്ച്വൽ ഡാറ്റ ഇല്ല, പ്രോഡക്റ്റിൻ്റെ ഡാറ്റ ഒന്നും അതിലില്ല. പിന്നീട് ഒരു റിക്വസ്റ്റും കൂടി ചെയ്ത് റെസ്പോൺസ് കിട്ടിയിട്ട് വേണം നമുക്ക് അതിൻ്റെ HTML ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ സെർവറിൽ റിയാക്റ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റിക്വസ്റ്റ് വരുന്നു, റെസ്പോൺസ് കിട്ടിയപ്പോൾ അതിൽ ആക്ച്വൽ ഡാറ്റയൊന്നുമില്ല, അതിൻ്റെ ലോഗോയും മറ്റുള്ള സ്റ്റാറ്റിക് ഡാറ്റ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡൈനാമിക് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എംപ്റ്റി ആയിട്ടുള്ള ഡാറ്റ ഗൂഗിളിൻ്റെ ഡാറ്റാബേസിൽ പോയിട്ട് സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ മാച്ചിങ് കിട്ടൂല. ആ മാച്ചിങ് കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ നമ്മളെ റിസൾട്ട് ഇതിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് എന്ന് പറയുന്നത് ചില ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രോഡക്റ്റ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് എല്ലാം ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ആളുകൾ ഓർഡറെല്ലാം പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓർഡർ കാണാൻ, അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ, അതേപോലെ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ, അതേപോലെ പുതിയ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് മാർക്ക് ചെയ്യാൻ, പ്രൈസസ് എല്ലാം സെറ്റ് ചെയ്യാൻ, ഇതെല്ലാം അഡ്മിൻ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലത്തെ ആപ്ലിക്കേഷന് ഇത് പെർഫെക്റ്റ് ആണ്. അതിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ഗൂഗിളിൽ സെർച്ചിൽ റിസൾട്ടിൽ വരാനുള്ള സാധനങ്ങളല്ലല്ലോ അത് അവർ അഡ്മിൻ ആളുകൾ ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനത്തെ അഡ്മിൻ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കസ്റ്റമർ സെർച്ച് ചെയ്ത് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തിട്ട് SEO എന്നാണ് നമ്മൾ പറയാം, സെർച്ച് എഞ്ചിൻ വഴി വർക്ക് ചെയ്യേണ്ട, ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. അതുപോലെ ഗൂഗിളും ബിങ് എല്ലാം പോലത്തെ സെർച്ച് എഞ്ചിൻ വഴി വർക്ക് ചെയ്യേണ്ട ആളുകൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച്, ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങിൻ്റെ അപ്രോച്ച് അത്ര എഫിഷ്യൻ്റ് അല്ല അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഈ കൊമേഴ്സ് പോലത്തെ ആപ്ലിക്കേഷനിലെല്ലാം ഇത് ഒരു വലിയൊരു മേജർ പ്രോബ്ലമാണ്. ആമസോണും ഫ്ലിപ്കാർട്ടൊന്നും സെർച്ച് റിസൾട്ടിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു റവന്യൂ നഷ്ടപ്പെടും. ഇതിലിപ്പം ഫ്ലിപ്കാർട്ടോ ആമസോണൊന്നും കയറി വരുന്നില്ലെങ്കിൽ അവർക്ക് വലിയ റവന്യൂ നഷ്ടപ്പെടും. മറ്റുള്ള കമ്പനീസ്, അത് ചെയ്യുന്ന കമ്പനീസിലേക്ക് ഓർഡർ പോകാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി Next.js ആണ് ഈ സെർവർ സൈഡ് റെൻഡറിംഗ് എന്നുള്ളതിന് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. റിയാക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവന്നത് Next.js ആണ്. അപ്പോൾ Next.js ആണെന്നുണ്ടെങ്കിൽ React.jsൻ്റെ സെയിം സിൻടാക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ക്വിക്കായിട്ട് ആളുകൾ Next.js അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ Next.jsൻ്റെ കേസിൽ സെർവർ സൈഡ് റെൻഡറിംഗ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെർവർ സൈഡ് റെൻഡറിംഗ് എന്ന് പറയുന്ന അപ്രോച്ചിൽ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് നേരത്തെ അതേപോലെ സിനാരിയോ എടുക്കുകയാണ്. റിക്വസ്റ്റ് നേരെ വെബ് സെർവറിൽ പോയി, വെബ് സെർവറിൽ നിന്ന് നേരെ HTML-ഉം CSS-ഉം JavaScript-ഉം റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഇവരെന്ത് ചെയ്യും, സെർവറിൽ നിന്ന് നേരെ API-നെ വിളിക്കും, പ്രോഡക്റ്റിൻ്റെ API-നെ വിളിക്കും. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന കാര്യം ഇവിടെ ആദ്യം റെസ്പോൺസ് ഇവിടെ വന്നിട്ട് പിന്നീടാണ് API കോൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നേരെ എന്ത് ചെയ്യുന്നത്, ഈ റിക്വസ്റ്റ് ഇവിടെ എത്തി, ആ റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ്ലി അതിന് റെസ്പോൺസ് കൊടുക്കുന്നതിന് പകരം ഇവിടുന്ന് നേരെ APIക്ക് ഒരു റിക്വസ്റ്റ് പോകും, API-യിൽ നിന്ന് റെസ്പോൺസ് വരും. റെസ്പോൺസ് വന്നിട്ട് ലൂപ്പ് ചെയ്ത് നമ്മൾ ആക്ച്വൽ HTML കണ്ടന്റ് ഇവിടെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇവിടെ സെർവറിൽ വെച്ചിട്ട് നടക്കും. എന്നിട്ട് അതിന് വേണ്ട എല്ലാം, ഇപ്പോൾ ഒരു 100 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ 100 പ്രോഡക്റ്റിൻ്റെ ഡാറ്റ വന്നു, എന്നിട്ട് അത് ആരേ മാപ്പ് വെച്ച് ലൂപ്പ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ HTML റെൻഡർ ചെയ്തു, എന്നിട്ട് ആ ഫുള്ളായി സെറ്റാക്കിയ HTML ആണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്ന HTML ആക്ച്വൽ ഡാറ്റൻ്റെ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് 10 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ 10 പ്രോഡക്റ്റിൻ്റെ HTML അടക്കം അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിളിൻ്റെ ഈ കേസിൽ ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നു. ഓക്കെ, ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ഇതുപോലത്തെ സിനാരിയോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത Next.js വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ
ഗൂഗിളിൽ നിന്ന് സെർവർക്ക് ഡയറക്റ്റ് റിക്വസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെയാണ് റിക്വസ്റ്റ് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ അവർ APIനെ വിളിച്ച് ഡാറ്റ എല്ലാം എടുത്തിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ടുള്ള HTML ആണ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത്. ആ സെറ്റാക്കിയ HTML പ്രോഡക്റ്റിൻ്റെ ഡാറ്റ അടക്കമുള്ള HTML ആണ്. ആ HTML ആണ് അവരുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആകുന്നത്. അപ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ HTML പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഫോർ മെൻ എന്ന് പറയുന്ന കീവേഡൊക്കെ ഉള്ള കണ്ടന്റ് അടക്കം അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് അടക്കമുള്ള ഡാറ്റ ഇവരുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് നമ്മൾ പേജോടെ ലിസ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും സെർവർ സൈഡ് റെൻഡറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റ് സെർച്ച് എഞ്ചിനിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനു വേണ്ടി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. എന്നാൽ മാത്രം ആളുകൾ ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിനിൽ വന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ലിസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്.js കൊണ്ടുവന്ന ഇനീഷ്യലി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുണ്ടായിരുന്ന ഈ സെർവർ സൈഡ് റെൻഡറിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം സിമ്പിളായിട്ട് അവർ സോൾവ് ചെയ്തു. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിയാക്റ്റിൻ്റെ സിൻടാക്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും പറ്റും. കൂടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തോടുകൂടി ആളുകൾ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ കസ്റ്റമർ ഫേസിംഗ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട എല്ലാ ആപ്ലിക്കേഷൻസും ആളുകൾ നെക്സ്റ്റ്.js ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നെക്സ്റ്റ്.js ഏറ്റവും പോപ്പുലറായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കിയത് നെക്സ്റ്റ്.js എന്താണെന്നുള്ളത് നോക്കി. നെക്സ്റ്റ്.js എന്ന് പറയുന്നത് React.jsൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു React.js ഫ്രെയിംവർക്കാണ് നെക്സ്റ്റ്.js എന്ന് പറയുന്നത്. അതിൽ React.jsൽ ഇല്ലാത്ത ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് നെക്സ്റ്റ്.js ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് സെർവർ സൈഡ് റെൻഡറിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിംഗും സെർവർ സൈഡ് റെൻഡറിംഗും എന്നുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും കിട്ടുന്ന ബെനിഫിറ്റ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ സമയത്താണ് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നെക്സ്റ്റ്.js ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാൻ പറ്റും.